നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 10ലേക്ക് സ്വാഗതം. ഡബ്ലിൻ തുറമുഖത്ത് വൻ സിഗരറ്റ് വേട്ട. 3.3 മില്യൺ യൂറോ വിലമതിക്കുന്ന ബെൻസൺ ആൻഡ് ഹെഡ്ജ് എന്ന ബ്രാൻഡിലുള്ള സിഗരറ്റാണ് പിടിച്ചെടുത്തത്. സൗത്ത് ബെൽഫാസ്റ്റിൽ ഉണ്ടായ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് 4 പേർ അറസ്റ്റിൽ. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. അയർലൻഡിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ തോതിൽ വർധനവ്. ഈ വർഷം ഇതുവരെ $42 ബില്യൺ മരുന്നുകളാണ് അയർലൻഡ് അമേരിക്കയിലേക്ക് അയച്ചത്. വോളണ്ടറി ഗാംബ്ലിംഗ് ട്രാൻസാക്ഷൻ ബ്ലോക്ക് ഫീച്ചർ ആരംഭിച്ച് ബാങ്ക് ഓഫ് അയർലൻഡ്. ചൂതാട്ട ഓപ്പറേറ്റർമാരുമായുള്ള ഇടപാടുകൾ ഇനി മുതൽ സ്വമേധയാ തടയാൻ അക്കൗണ്ട് ഉടമകൾക്ക് സാധിക്കും. സ്കോട്സ് വിവാദം പരിഹരിക്കാൻ പ്രത്യേക കോൺഗ്രസ് വിളിച്ചു ചേർക്കാൻ കമോഗി അസോസിയേഷൻ. കായിക താരങ്ങൾക്ക് സ്കോട്സ് നിർബന്ധമാക്കിയതിൽ വിവാദം ശക്തമാകുന്നു. അയർലൻഡിൽ ഉഷ്ണതരംഗത്തിന് സാധ്യത. 14 ദിവസം ചെറിയ തോതിലുള്ള ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. താപനില ഉയരുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം. കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റൌഫ് അസ്ഹർ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരനാണ് അബ്ദുൾ റൌഫ് അസ്ഹർ. പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് റാഡർ തകർത്ത് ഇന്ത്യ. പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും ഇന്ത്യ. കേരളത്തിൽ വീണ്ടും നിപ്പ ബാധ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശി 42-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇത്തവണ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അല്പം നേരത്തെ എത്തിയേക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ കാലവർഷം കേരളത്തിൽ പ്രവേശിക്കും. കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാലവർഷം ശരാശരിയിലും കൂടുതലായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക.